ജനങ്ങൾ കാണുകയാണ്. ഇപ്പൊ പഴയതുപോലെയല്ല, ഇതെല്ലാം പുറത്തു വന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ജനം വിലയിരുത്തും, നിയമത്തിന്റെ വഴിക്ക് പോകും. ഞങ്ങൾ സുതാര്യമായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ബാക്കിയെല്ലാം ജനങ്ങൾ തീരുമാനിക്കും, വോട്ടർമാർ തീരുമാനിക്കും. കേരളത്തിൽ തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ രമേശ് പിഷാരടി എന്നൊരു സ്ഥാനാർത്ഥി വിഷയത്തിൽ തന്നെ തുടക്കം മുതൽ പല രീതിയിലുള്ള ചർച്ചകളും ട്രോളുകളും വിവാദങ്ങളും പുകയുന്നതാണ്. പാലക്കാടിന്റെ ചിത്രം എന്തായിരിക്കും? നിയമം കയ്യിലെടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ നയിക്കുന്ന ഒരു പാർട്ടി അവിടെ വോട്ടർമാരോട് വോട്ട് ചോദിക്കാൻ പോലും തടസ്സപ്പെടുത്തിയതും അവിടെ കൊലവിളി നടത്തിയതൊക്കെ നിങ്ങൾക്ക് കണ്ടത്. അപ്പൊ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് അന്നേ ജനങ്ങൾ തീരുമാനിച്ചു. പാലക്കാട് ഒരു മതേതര മനസ്സാണ്. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവൊന്നും ജനങ്ങൾ ഉൾക്കൊള്ളില്ല. അപ്പോൾ അത് വിഭാഗീയതയെ വെറുപ്പിന്റെ രാഷ്ട്രീയവും പാലക്കാടുകാർ ഒരിക്കലും അംഗീകരിക്കില്ല. അതുകൊണ്ട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കഴിഞ്ഞ ദിവസം നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള നിയമം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമാകും. നടത്തിയവർക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ശക്തമായ തിരിച്ചടി ലഭിക്കും. മണ്ഡലത്തിൽ അതായത് BJP UDF സഹായം തേടുകയും തിരിച്ച് കോങ്ങാട് മണ്ഡലത്തിൽ BJP UDFന് സഹായിക്കുകയും ചെയ്യുന്നത് UDFന്റെ മണ്ഡലത്തിൽ വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നൊരു ആരോപണം ഉയരുന്നുണ്ട്. എന്താണ് അതിനൊരു മറുപടി? അത് തോൽവി ഭയന്നുകൊണ്ടുള്ള ഒരു പ്രചാരണമായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം കോങ്ങാടിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ്. അവർക്കറിയാം കോങ്ങാട് മണ്ഡലത്തിന് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിയും ശേഷിയും ഉള്ള ആളുകളാണ് കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ. ഇത്തരം ആരോപണങ്ങളെയൊക്കെ അവർ തള്ളിക്കളയും. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചപ്ലശ്ശേരി.